ഹായ് ഫ്രണ്ട്സ്, ക്യാമ്പേ ടേസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. കോവിഡ് ലോക്ക്ഡൗൺ എല്ലാം ഒരു സൈഡിലൂടെ പോകുന്നു. നാട്ടിലും ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്തെന്ന് അറിഞ്ഞു. എന്നാലും എല്ലാവരും ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രവാസികളായിട്ടുള്ള നമുക്ക് ഒത്തിരി മിസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് വെക്കേഷനെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്കുണ്ടാവും നമ്മുടെ കയ്യിൽ പാക്ക് ചെയ്യുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഒന്ന് ഉറപ്പായിട്ടും നമ്മുടെ ബനാന ചിപ്സ് ആയിരിക്കും, പിന്നെ കുറച്ച് അലുവ ഉണ്ടാവും, പിന്നെ കുറച്ച് പിക്കിളും ഉണ്ടാവും. പിക്കിളിനകത്ത് മാങ്ങ, നാരങ്ങ, പിന്നെ നോൺ വെജ് ഐറ്റംസിലുള്ള പിക്കിള്, അതായത് ബീഫ് പിക്കിള്, ഫിഷ് പിക്കിള്. ഇതിനകത്ത് നിന്ന് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബീഫ് പിക്കിളാണ്. അപ്പോൾ എങ്ങനെയാണ് ബീഫ് പിക്കിൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അടിപൊളി ഒരു സാധനമാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളിന്നിവിടെ ബീഫ് പിക്കിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 2 കിലോ ബീഫ്, 2 kg ബീഫ് കഴുകി വെള്ളം തോരാൻ വെച്ചിട്ട് എടുത്തിരിക്കുന്ന 2 കിലോ ബീഫാണ്. ചെറിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത് പിക്കിളിന് ഉള്ള പാകത്തിൽ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട മസാലകൾ ആഡ് ചെയ്യാം. ആദ്യം ഒരു 1 ടീസ്പൂൺ ടെർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ഒരു 1 ടീസ്പൂൺ മീറ്റ് മസാല, ഒരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളിപ്പോൾ നന്നായിട്ട് ബീഫ് മൊത്തം മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പൊന്ന് പതുക്കെ അതൊന്ന് മസാലയിൽ ഒന്ന് മെല്ലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളിപ്പോൾ ബീഫ് ഇവിടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു കുക്കറിലോട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു 3 മുതൽ 4 വിസിൽ വരെ ഒന്ന് അടുപ്പിക്കാം, ഒരു 3/4 കുക്കായി കിട്ടുന്നത് വരെ. ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വിസിലെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ആഡ് ചെയ്തില്ലായിരുന്നു, കാരണം ഈ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇപ്പം കണ്ടോ, കുറച്ച് വെള്ളവും അതിന് നെയ്യൊക്കെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഈ ബീഫ് ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഫ്രൈ ചെയ്ത് കൊടുക്കാനുള്ള. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ക്രിസ്പി ഫ്രൈ ആക്കരുത്, കാരണം നമ്മൾ ആ പിക്കിൾ ഇടുമ്പോഴത്തേക്കും എണ്ണയും വിനെഗറൊക്കെ ഇതിനകത്തോട്ട് പിടിക്കാനുള്ളതാണ്. അപ്പോൾ ഈ ബീഫിൽ ബാക്കിയുള്ള വെള്ളമെല്ലാം നന്നായിട്ട് പറ്റിയിട്ട് ഒരു ഹാഫ് ഫ്രൈ ആയി കിട്ടണ വരെ ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് ഒരു ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഒത്തിരി ക്രിസ്പി ആക്കുന്നില്ല, പിന്നെ കുറച്ച് പൊടിഞ്ഞു പോകുന്നുണ്ട്, കാരണം നമ്മുടെ ബീഫ് ഒത്തിരി സോഫ്റ്റ് ബീഫാണ്. പിന്നെ ഒരു കണക്കിന് ആ പൊടിഞ്ഞ് ഉള്ളത് നല്ലതാണ്, കാരണം നമ്മുടെ അച്ചാറിൽ ഇത്തിരി ഗ്രേവിയൊക്കെ കിട്ടും. ഞാൻ പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തായിരുന്നു. ഒരു ഭാഗം മാത്രമായിട്ട് അങ്ങ് ഇങ്ങനെ നന്നായിട്ട് ഒത്തിരി ഫ്രൈ ആവാതെ മിക്സ് ആവാൻ വേണ്ടി. എനിക്കും ഈ അച്ചാറിൽ ഗ്രേവി ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. ഇനി ഈ ബീഫ് നമുക്ക് കോരി മാറ്റാം.
ഇനി നമുക്ക് ബാക്കിയുള്ള ബീഫും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനാവശ്യമായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ബീഫ് കുക്കറിൽ വേവിച്ചതിന് ശേഷം പതുക്കെ ഒരു കഷ്ണം ഒന്ന് എടുത്ത് കഴിച്ചു നോക്കുക. ഉപ്പ് എന്തെങ്കിലും വേണ്ടതുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ അടുത്ത സെറ്റ് ബീഫും റെഡി ആയിട്ടുണ്ട്. ഇത് കോരി മാറ്റാം. ഇതാണ് നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ബാക്കിയുള്ള മസാല ആൻഡ് ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് ആ സെയിം പാനിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ജിഞ്ചലി ഓയിൽ. അല്ലെങ്കിൽ ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് അപ്പോൾ ഓൾമോസ്റ്റ് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ക്രഷ്ഡ് ആയിട്ടുള്ള പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. കാരണം അപ്പോൾ നമുക്ക് ആ ഗ്രേവിക്ക് ഇത്തിരിയോടെ തിക്നെസ് കിട്ടും. നമ്മുടെ എള്ളെണ്ണ ഒഴിച്ചേക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞു വരുന്നത്. നമുക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിഞ്ചർ ഗാർലിക് ഒന്നും കാണാനേ പറ്റുന്നില്ല. അതുപോലെ നല്ല പതയാണ്. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എരിവിനനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി നേരെ തൊണ്ട് ഒളിച്ച് വെച്ചിരിക്കുന്ന ആഡ് ചെയ്യാം. ഈ ബീഫിൻ്റെ കൂടെ വെളുത്തുള്ളി കൂടെ കടിക്കാൻ കിട്ടുന്നത് ഒരു നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ വെളുത്തുള്ളി അല്ലാതെ അരച്ച് ചേർക്കുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് എല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ടെർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 2 ടീസ്പൂൺ പിക്കിൾ പൗഡർ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത് വേറെ ഒന്നുകൊണ്ടല്ല, ഈ പാത്രത്തിന് തന്നെ നല്ലൊരു ചൂടുണ്ട്. അതിൽ തന്നെ നമ്മുടെ മസാല എല്ലാം ഓൾമോസ്റ്റ് കുക്കായി കിട്ടും. ചിലപ്പോൾ ചൂട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാല അങ്ങ് കരിഞ്ഞു പോകും. സ്റ്റേജിൽ നമുക്ക് നമ്മുടെ ബീഫ് കുക്ക് ചെയ്തപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഫുൾ പറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ബീഫിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത ബീഫിൻ്റെ സ്റ്റോക്കെല്ലാം നന്നായിട്ട് പറ്റി, ഇത് കണ്ടോ, ആ ഗ്രേവി നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ഇതിനകത്ത് നിന്ന് കുക്കായി, മസാല എല്ലാം കുക്കായി, നല്ലൊരു ടേസ്റ്റാട്ടോ ഇതിന്. സോൾട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടത് ഒരു 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ്, അസഫോറ്റിഡ പൗഡർ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത് വിനെഗർ. ഒരു 100 to 150 ml വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ചേഞ്ച് ആകും.
കാരണം ഈ ബീഫ് എണ്ണയിൽ വിനെഗറിൽ മുങ്ങി കിടക്കണം, എന്നാലാണ് പതുക്കെ ആ ഗ്രേവിയുടെ ഫ്ലേവർ എല്ലാം ബീഫിൻ്റെ അകത്തോട്ട് പിടിക്കുള്ളൂ. ഞാൻ കുറച്ച് വിനെഗറോടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു 50 ml. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വിനെഗർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കുക, കാരണം വിനെഗറിൻ്റെ ടേസ്റ്റ് വരുമ്പോഴത്തേക്കും ഉപ്പ് ചിലപ്പോൾ വേണ്ടി വരും. ഞാൻ ആദ്യമേ ഇത്തിരി ഉപ്പ് ഏറെ ഇട്ടതുകൊണ്ട് കറക്റ്റ് പാകമായിരുന്നു. ഇപ്പം നമ്മുടെ ബീഫ് പിക്കിള് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കുറച്ച് ജിഞ്ചലി ഓയിൽ അല്ലെങ്കിൽ സെസം ഓയിൽ ഇതിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് വെക്കുക. ഇത് ഇനി നമുക്ക് ഇങ്ങനെ വെക്കാം. ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് കുപ്പികളിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കെങ്കിലും ടൈം കൊടുക്കണം കേട്ടോ, അതിന് മുന്നേ എടുത്ത് കഴിക്കരുത്, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. എനിക്കിപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഉറുന്നും കഴിക്കാൻ തോന്നുന്നു, പക്ഷേ നമുക്ക് ക്ഷമ വേണം. അപ്പോൾ നമുക്ക് ഈ പിക്കിൾ ചൂടാറിയിട്ട് കുപ്പികളിലോട്ട് മാറ്റാം. ഇപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം സിമ്പിളാണ്, പിന്നെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്നുള്ളൂ. കാരണം ഇത് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കണം, പിന്നെ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കണം, പിന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലും ഇത് അടിപൊളി ഒരു പിക്കിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ആ ബെൽ ബട്ടണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്നുള്ള ഐക്കണോടെ പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. Press the bell icon on the YouTube app and never miss another update.